വെള്ളയും കറുപ്പും കലർന്ന ഡ്രസ്സുകളിൽ താരദാസ് മാങ്ങാനം കോടയം. പ്രാഥമിക റൗണ്ടിൽ മത്സരിക്കുന്ന ടീമുകൾ കാണികൾ കായിക സ്നേഹികൾ ശ്രദ്ധിക്കുക. പ്രാഥമിക റൗണ്ടിൽ ഏറ്റുമുട്ടുന്ന ടീമുകൾ അവരുടെ തൂക്കം നിർണയിച്ചതിന് ശേഷം 2 കിലോ ഭക്ഷണ ബോണസ് ഇപ്പോഴേ അനുവദിക്കുന്നു. അതുപോലെ എ ബി സി ഗ്രൂപ്പുകൾക്ക് ഈ ആനുകൂല്യമുണ്ട്. ഡി ഗ്രൂപ്പിന് ആനുകൂല്യമില്ല. കാരണം അവിടെ 3 ടീമാണ് മാറ്റുരയ്ക്കുന്നത്. ആർപ്പോ തലനാട് ബൈ നേടി നിൽക്കുകയാണ്. അതിന്റെ തൂക്കം ഈ റൗണ്ടിൽ നിർണ്ണയിക്കാൻ സാധിക്കുകയില്ല. അവിടെ പിന്നെ സെക്കൻഡ് റൗണ്ടിൽ അവരോട് മാറ്റുരയ്ക്കുന്ന ടീമും 450 കിലോയിൽ തൂക്കം നിർണ്ണയിച്ചതിന് 2 കിലോ ബോണസ് അനുവദിക്കും. അത് ഡി ഗ്രൂപ്പുകാരും എഫ് ഗ്രൂപ്പുകാരും ശ്രദ്ധിക്കും. ടീമുകളായ കേരള വെള്ളൂർ, മീനച്ചിൽ പാല, സിൽവർ സ്റ്റാർ കൊറ്റഞ്ചൽ, ഭാവന പേരൂര്, തലനാട് ആർപ്പോ താരദാസ്. പ്രൈസുകൾ ഇവിടെ ക്യാഷ് അവാർഡുകൾ നൽകുന്നു. അത്യന്താവേശോജ്വലമായ പുതിയൊരു പോരാട്ടത്തിന്റെ വേദി ഉണർത്തിയിരിക്കുന്നു. നമുക്കറിയാം, സുപ്രസിദ്ധ ഇന്ത്യയുടെ ഗുസ്തിക്കാരനായ അനേക ലക്ഷങ്ങളുടെ ആരാധന മാത്രമായ താരദാസിന്റെ പേര് സ്വീകരിച്ചുകൊണ്ട് മാങ്ങാനം സ്വദേശികൾ നീലയും മഞ്ഞയും വെള്ളയും കലർന്ന വർണ്ണങ്ങളിൽ ഓറഞ്ച്, ബ്ലാക്ക്, വൈറ്റ് യോഭാവന പേരൂർ ഏറ്റുമാറ്റും 450 കിലോയിൽ പ്രാഥമിക റൗണ്ട് മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. പോരാട്ടത്തിന്റെ പുതിയ ഗ്രേഡ് ഉയർത്തിക്കൊണ്ട് നമുക്ക് മുന്നിൽ അലകടലായി ജനസമുദ്രത്തിന് മുന്നിൽ വിജയം മാത്രം ലക്ഷ്യമിട്ട് നീങ്ങുന്ന മനോഹരമായ 14 സുവർണ ടീം മെമ്പേഴ്സ് അവിടെ സർവ്വ ഊർജവും വളത്തിന് സമ്മാനിച്ചുകൊണ്ട് കേരളക്കരയാകെ വീശിയടിച്ചുകൊണ്ടിരിക്കുന്ന വടംവലി തരംഗത്തിൽ ഏറ്റവും സൗന്ദര്യപരമായ മത്സരം പറഞ്ഞിലേക്ക് സമ്മാനിച്ച കോടയം ഡിസ്ട്രിക്റ്റിന്റെ വടംവലിയുടെ ഈറ്റില്ലം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന കോടയം, അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊന്നായ പാമ്പാടി നടക്കുന്ന അഖില കേരള വടംവലി മഹോത്സവം പ്രസംഗിക്കുമ്പോൾ ഇതാ താരദാസ് മാങ്ങാനം കാണികൾ കൈയടിച്ചു കൊടുക്കൂ. നിങ്ങളുടെ ഇരുകരങ്ങളും കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന സൗണ്ട് കാണികൾക്ക് അത് വീര്യം കയറ്റാനുള്ള ഒരു ഉത്തേജനമാകും. അതിന്റെ ആവേശം നമുക്ക് മുന്നിൽ സമർപ്പിച്ചുകൊണ്ടിതാ മനോഹരമായി മാറ്റിവെക്കുന്ന ഈ സമയം താരദാസ് അവിടെ തിരികെ പിടിച്ചിരിക്കുന്ന ഭാവന, ധാരാളം ഭാവന